രാഹിരിന്ന് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് ഇന്ന് ഭ്രാന്തളകാണ്. ഒന്നും ചെയ്യാനില്ല. രാഹിരിയുടെ ആ സ്നേഹം, മതേതരത്വത്തോടുള്ള ആ സ്നേഹം ഇവരൊക്കെ എത്രയൊക്കെ തുള്ളിച്ചാടിയാലും അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. രാഹിരി എണ്ണി കഴിഞ്ഞു, മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോഴും, കണ്ണാടി എണ്ണി കഴിയുമ്പോഴും, ആത്തൂർ എണ്ണി കഴിയുമ്പോഴുമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് കടുത്ത വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജയിച്ചു പോകും. നമ്മുടെ മണ്ണിന് ഒരു പ്രത്യേകതയും അതെല്ലാ കാലത്തും വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ച് മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന നാടാണ്. ആ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഈ നാട്ടിൽ വികസനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഞാൻ പാലക്കാടിന്റെ MLA ആകാൻ നിങ്ങൾ ഓരോരുത്തരും ഒരവസരം തന്നതിന് ശേഷം 10 മാസമാകാം. ഈ 10 മാസം കൊണ്ട് MLA ആയി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജകമണ്ഡലത്തിലാകമാനം ഒരുപിടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സംസ്ഥാന സർക്കാർ പിരായിരിയും എണ്ണിക്കഴിഞ്ഞു, മുനിസിപ്പാലിറ്റിയും എണ്ണിക്കഴിഞ്ഞു, കണ്ണാടിയും എണ്ണിക്കഴിഞ്ഞു, അവസാന റൗണ്ടുകൾ എല്ലാം എണ്ണിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ പറയുന്നതെന്നല്ലേ? ഇന്നലെ നമ്മുടെ രാഹുല് പാലക്കാട്ട് രാഹുലിന്റെ ആ ജനസമ്മതി അതൊന്ന് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഇത്രയധികം വേട്ടയാടിയിട്ടും പാലക്കാട്ടെ മക്കൾക്ക് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. നമ്മളത് ഇന്നലെ അവിടെ കണ്ടതാണ്. ഇന്നലെ മാത്രമല്ല കേട്ടാ, ഇപ്പൊ ഈ ഒരു വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വന്നിറങ്ങിയത് മുതലുള്ള ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് ഈ പിരായിരിലെ എന്ന് കേൾക്കുമ്പോൾ പിരാന്താവുന്ന ഒരു ചങ്ങായി ഉണ്ടല്ല, എവിടെയാണ് ഉള്ളത് എന്ന് തന്നെ അറിയുന്നില്ല. ഇവൻ എവിടെയാണ് ഉള്ളതെന്ന് തന്നെ അറിയുന്നില്ല. ഇന്നലെ പരിപാടി ഇങ്ങനെ ഒരു മതിൽക്കെട്ടിന്റെ മറവിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുന്ന ഒരു സീന് പുറത്തു വന്നിട്ടുണ്ട്. എന്താ ചെയ്യലേ? പിരായിരി എണ്ണി കഴിയുമ്പോ വിജയിച്ച് കയറുമെന്ന് സ്വപ്നം കണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. പിരായിരി എണ്ണിക്കഴിഞ്ഞു, മുനിസിപ്പാലിറ്റി എണ്ണിക്കഴിഞ്ഞു. സംഘപരിവാറിന്റെ കോട്ടയായ മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ തേരോട്ടമായിരുന്നു നമ്മൾ കണ്ടത്. അതിനൊക്കെ പുറമെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ വിദ്വാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ വെല്ലുവിളി നടത്തിയിരുന്നല്ലോ, ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കാന്ന്. എന്റെ പൊന്നു സരിന് എവിടെയാണുള്ളത്? ഒന്ന് വാ. രാഹുൽ പാലക്കാട് എത്തിയിട്ട് ദിവസങ്ങളായി കേട്ടോ. പാലക്കാട് എത്തിയിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വളരെ സജീവമായ പ്രവർത്തനങ്ങളിലാ. ഇന്നലെ റോഡ് ഉദ്ഘാടനം, അതിനു മുമ്പ് ബസ് ഫ്ലാഗ് ഓഫ്, അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീയുടെ വാർഷിക യോഗം, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പൾസ് പോളിയോ ദിനത്തിലുള്ള പരിപാടികൾ, അങ്ങനെ നിരന്തരമായ പരിപാടികളുമായിട്ട് അയാൾ ഇങ്ങനെ പാലക്കാട്ട് വളരെ ബിസിയാണ്. നിങ്ങൾ എവിടെയാ? കാണുന്നില്ലല്ലോ പാലക്കാട്ട് സരിൻ എവിടെ പോയി? പാലക്കാട്ട് കാണുന്നില്ലല്ലോ. തടയണ്ടേ നമുക്ക്? രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തടയണ്ടേ? എന്തുപറ്റി സരിൻ? എന്റെ പൊന്നു സരീനെ, നിനക്കൊക്കെ പറ്റുന്ന പണി ചെയ്താ പോരെ. നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല സരീനെ, നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. നിനക്ക് പറ്റുമെങ്കിൽ നീ തടയടാ. ഇന്നലെ ഈ പറഞ്ഞ രാഹുലിന്റെ ആ ഒരു മാസ് ഷോ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാല് വളരെ രോമാഞ്ചം വന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഓർമ്മ വന്ന ഒരു സീനുണ്ട്. ഇതിപ്പോ സിനിമയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഫ്രെയിമൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് കറക്റ്റ് ആളെ അത് ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ റിയൽ ലൈഫിലായതുകൊണ്ട് മാത്രം അങ്ങനെ ഫ്രെയിം ഒന്നും സെറ്റ് ചെയ്ത് ആളെ ഫോക്കസ് ചെയ്ത് മുന്നിലുള്ള തടസ്സങ്ങളൊന്നും മാറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് നമ്മളെ പഴയ ലൂസിഫറില് മോഹൻലാലിനെ തടയുന്ന ഒരു സീനുണ്ടല്ലോ, വണ്ടി കടത്തി വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്, വണ്ടി പോകാനല്ലേ തടസ്സമുള്ളൂ, നടന്നു പോകാലോ എന്ന് പറഞ്ഞിട്ട്. അത് ഇന്നലെ രാഹുൽ അത് റീക്രിയേറ്റ് ചെയ്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. മനസ്സിലായില്ലേ? വണ്ടി തടഞ്ഞപ്പോ വണ്ടിയിൽ നിന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഉദ്ഘാടന വേദിയിലേക്ക് അങ്ങോട്ട് നടന്നു പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ. സിനിമയിൽ മോഹൻലാല് മരണ വീട്ടിലേക്കാണ് നടന്നു പോയതെങ്കിൽ ഇന്നലെ രാഹുല് ഉദ്ഘാടനം ചെയ്യാനാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോയത്.
ഇതിലും വലിയൊരു മാസൊക്കെ കാണിക്കാൻ ആരെ കൊണ്ടാണ് സാധിക്കുന്നത്? ഈ തടയാൻ വന്ന സരിന്റെ ടീം എനിക്ക് മനസ്സിലാവാത്തത്, സരിൻ ഇറ്റങ്ങളെല്ലാം പറഞ്ഞ് പിപ്പിരി കയറ്റിയിട്ട് സരിന് എവിടെയാ? സരിന് വാ, പാലക്കാട്ടേക്ക് വാടോ സരിനെ, നമുക്ക് തടയാലോ രാഹുലിനെ. എന്ത് പറ്റി? എവിടെയാ? ഒരു വിവരം കിട്ടുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു വന്നേ, ഇങ്ങനെ ഒളിച്ചിരിക്കാതെ. ഇങ്ങനെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കാൻ മാത്രം. എന്റെ പൊന്നു സരിനെ, നിന്നെക്കൊണ്ട് ഇത് ആവില്ല, നിന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂട്ടില്ല എന്നാ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ സരിൻ മനസ്സിലാക്കേണ്ടതല്ലേ? സരിന്റെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയായിരുന്നു? പിരായിരി, മുനിസിപ്പാലിറ്റി, കണ്ണാടി, എന്ത് പറ്റി എന്നിട്ട് കണക്കുകൂട്ടലുകൾക്കൊക്കെ? ഈ പറഞ്ഞ കൃത്യം കണക്കുകളൊക്കെ നിരത്തി പറഞ്ഞതല്ലേ സരിന്? 1ഉം 2ഉം റൗണ്ട് കാര്യമാക്കേണ്ടതില്ല, 3ആം റൗണ്ട് മുതലാണ് നിന്റെ ഊഴം എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കിയിട്ട് ഇപ്പൊ എന്തായി? ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ സരിൻ മനസ്സിലാക്കണ്ടേ? നിന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല, താങ്കളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല എന്നുള്ള കാര്യം അത് മനസ്സിലാക്കണ്ടേ? ഒരു കോമൺ സെൻസ് വേണ്ടേ? അതിന് IAS ബുദ്ധിയൊന്നും വേണ്ടോ, അല്ലെങ്കിൽ IFS ബുദ്ധി വേണ്ട, സിവിൽ സർവീസിന്റെ ബുദ്ധി ഒന്നും. അതിന് കോമൺ സെൻസ് തന്നെ ധാരാളമാണ് സരിന്. ആ കോമൺ സെൻസ് IFS കൊണ്ടോ സിവിൽ സർവീസ് കൊണ്ടോ മനഃപ്പാടമാക്കിയത് കൊണ്ടോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അതില്ലാതെ ഈ വെല്ലുവിളികളും ഈ അവകാശവാദങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അടിമകൾ മനസ്സിലാക്കേണ്ട കാര്യ, നിങ്ങളെ ആചാര്യന്റെ ഈ പറയുന്ന ബുദ്ധി അത് നിങ്ങൾ ഒന്നുകൂടി അളക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവൻ അങ്ങനെ പല വെല്ലുവിളികളും നടത്തും, മനസ്സിലായില്ലേ? എന്നിട്ട് എന്തേ സരിനെ പാലക്കാട് കാണാത്തത്? ഓക്കെ, കുഴപ്പമില്ല, ഇലക്ഷനിൽ തോറ്റു, തെരഞ്ഞെടുപ്പിൽ തോറ്റു. എന്തേ രാഹുലിനെ തടയാൻ, രാഹുൽ ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സരിൻ പിന്നീട് അങ്ങോട്ട് പാലക്കാട് ചിത്രത്തിൽ കണ്ടില്ലല്ലോ. രാഹുൽ വന്നിട്ടും സരിനെ കണ്ടില്ലല്ലോ. രാഹുൽ വന്ന് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും സരിനെ കണ്ടില്ലല്ലോ. രാഹുലിന്റെ MLA ഓഫീസിൽ സജീവമായപ്പോഴും ഈ പറയുന്ന സരിനെ കണ്ടില്ലല്ലോ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അവിടെയും ഈ പറയുന്ന സരിനെ കണ്ടില്ലല്ലോ. എന്ത് പറ്റി സരിൻ എവിടെയാ? അതോ അച്ചിയുടെ കൂടെ ദുബൈയിലാണോ? എവിടെയാണുള്ളത്? ഒന്ന് പുറത്തു വരൂ സരിൻ. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, പുറത്തു വരൂ, വാ, പാലക്കാട്ടേക്ക് വാ. നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ ഈ അടിമക്കൂട്ടങ്ങൾ, ഈ അന്തംകമ്മികൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയി. രാഹുലിനെ തൊടാൻ പറ്റുന്നില്ല, രാഹുലിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യും? ഇനിയിപ്പോ സരിനെ ഇറക്കുകയല്ലാതെ വേറെ വഴിയില്ല. വരൂന്നേ. പിരിയാരി എന്ന് കേൾക്കുമ്പോ നാണിക്കണ്ട കേട്ടോ സരിനെ, ലഹള ഉണ്ടാക്കണ്ട. അതിലിത്ര അസ്വസ്ഥനായിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അസ്വസ്ഥനുണ്ടായിട്ട് കാര്യമില്ല. വാ, നമുക്ക് നേരിടാം, രാഹുലിനെ നമുക്ക് തടയാം. വരൂ, ഓടിവാ പാലക്കാട്ടേക്ക്. എന്തല്ലേ ഇങ്ങനെയൊക്കെ അവകാശവാദങ്ങളും ഭീഷണികളും ഒക്കെ നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടം വന്നപ്പോ സരിനെ കാണാനില്ല. പാലക്കാട്ട് രാഹുൽ എത്തിയപ്പോ, രാഹുൽ പാലക്കാട്ട് നടന്ന് തന്റെ ജനങ്ങളെ കണ്ടപ്പോ, തന്റെ വോട്ടർമാരെ കണ്ടപ്പോ, തന്റെ ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടപ്പോ, അവരുടെ നിവേദനങ്ങൾ സ്വീകരിച്ചപ്പോ, അവരുടെ ആഘോഷങ്ങളിൽ മുന്നിൽ നിന്നപ്പോ എവിടെ പോയി സരിൻ തടയണ്ടേ? പൊതുപരിപാടികളല്ലേ ഇതൊക്കെ, അല്ലാതെ സ്വകാര്യ പരിപാടികളൊന്നുമല്ലല്ലോ. വാ സരിൻ, വാ, ഓടിവാ പാലക്കാട്ടേക്ക്. എന്റെ പൊന്നു സരിനെ, നിനക്കൊക്കെ പറ്റുന്ന പണി ചെയ്താൽ പോരെ? നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഈ പറയുന്ന വെല്ലുവിളികളും? ഒരു രാഷ്ട്രീയ പക്വതയൊക്കെ വേണ്ടേ? ഇത്രയും ഒന്നില്ലെങ്കിലും പ്രായമായില്ല സരിനെ. ആ പക്വത ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയണ്ട, എഡ്യൂക്കേറ്റഡ്, വിവരമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എഡ്യൂക്കേറ്റഡ് ആണല്ലോ. എഡ്യൂക്കേഷനും വിവരവും തമ്മിൽ ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും അങ്ങനെ വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണവും ഈ പറയുന്ന സരിനൊക്കെ തന്നെയാ. എഡ്യൂക്കേഷൻ ഉണ്ടായത് കൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ? ഒരു കോമൺ സെൻസ് വർക്ക് ചെയ്യണ്ടേ? രാഷ്ട്രീയ പക്വത കാണിക്കണ്ടേ? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തംകമ്മികള് സൈബറിടങ്ങളിൽ നടത്തുന്ന വെല്ലുവിളികളാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അത് കണ്ടിട്ടാണോ നിങ്ങൾ ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്നത്? റിയൽ ലൈഫിൽ ചെയ്ത് കാണിക്കൂ സരിൻ. അതല്ലേ വെല്ലുവിളികൾക്കപ്പുറത്തേക്ക് പ്രവർത്തികളാവട്ടെ. അത് ഈ പറയുന്ന രാഹുലിനെ തടയുന്ന കാര്യത്തിൽ മാത്രം പോരാ കേട്ടോ.
പ്രവർത്തികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും അത് വാക്കുകൾ കൊണ്ട് മാത്രം പോരാ, അതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയണം. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ജനങ്ങൾ അളക്കുന്നത്. അത് തന്നെയാണ് രാഹുലിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അയാളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു, അത് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. അത് തന്നെയാ സരിനെയും ഈ രാഹുലിനെയും വ്യത്യസ്തനാക്കുന്ന ഘടകവും. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ സ്വീകാര്യനാവുന്നത്. അതിൽ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ഇന്നലെ ചെയ്ത പോലെ ഇതുപോലെ ഒരു മതിൽക്കെട്ടിന്റെ മറവിലൊക്കെ ഒളിഞ്ഞു നിന്നുകൊണ്ട് വേണമെങ്കിൽ രാഹുലിന്റെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ നോക്കിക്കാണാം. രാഹുൽ ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം. വേണമെങ്കിൽ അവിടെ ലഡു വിതരണം ചെയ്യുമ്പോൾ ഒന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്താണെങ്കിലും കൈ നീട്ടിയാൽ ലഡു ഒക്കെ തരും കേട്ടോ. ആ കാര്യത്തിലൊന്നും സരി നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല, ലഡു ഒക്കെ തരും. മനസ്സിലായില്ലേ? അതിപ്പോ ഇന്നലെ ഡിഫിക്കുട്ടന്മാർക്ക് നമ്മളവിടെ ലഡു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, തടയാൻ വന്നവർക്ക്. തടയാൻ വന്നോളൂ, അതൊന്നും ഒരു വിഷയമല്ല. പ്രവർത്തനങ്ങളെ രാഹുലിന്റെ വഴി മുടക്കാൻ നിങ്ങൾക്ക് ഇന്നലത്തോടെ അത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രാഹുലിന്റെ വഴി തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല മക്കളെ. സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. നിങ്ങളെ പിടികേറ്റി വിടാൻ പലരും ഉണ്ടാവും.